ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പം നമുക്ക് കുറച്ച് MCQs PSC പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് MCQ സീരീസ് ഡിസ്കസ് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ. ആദ്യത്തെ ചോദ്യം ബോണ്ട് ഓർഡർ ഓഫ് എൻഡോ. അത് ഏത് മത്സര പരീക്ഷ എടുത്താലും ചോദിക്കുന്നതാണ് ബോണ്ട് ഓർഡർ കാൽക്കുലേഷൻ. ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അറിയേണ്ടത് MO എനർജി ലെവലാണ്. മോളിക്കുലാർ ഓർബിറ്റലിന്റെ എനർജി ലെവൽ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്ന് അറിയണം. അതിന് മുന്നേ ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞു തരാം. N2 എന്ന നൈട്രജൻ ആണ്. 2 നൈട്രജൻ ചേർന്നാണ് N2 ഉണ്ടാവുന്നത് അല്ലെ. അപ്പോൾ നൈട്രജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ 7 ആണ്. 1s2, 2s2, 2p3 ആണ്. അപ്പോൾ ഇതിന്റെ എന്ത് പറയുന്നത്, നമ്മളുടെ ടോട്ടൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 7 ആണ്. ടോട്ടൽ ഇലക്ട്രോൺസ് 2 നൈട്രജൻ ആവുമ്പോഴത്തേക്ക് 2 × 7 14 വരും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇലക്ട്രോൺ കൗണ്ട് 14 ആണ് എങ്കിൽ, ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട് 14 ആണെങ്കിൽ ബോണ്ട് ഓർഡർ 3 ആയിരിക്കും. ഇനിയും ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട് 13 ആണെങ്കിൽ 2.5 ആയിരിക്കും. 12 ആണെങ്കിൽ 2, 13 ആണെങ്കിൽ 2.5, 12 ആണെങ്കിൽ 2, 15 ആണെങ്കിലും 2.5, 16 ആണെങ്കിൽ 2, 17 ആണെങ്കിൽ 1.5, 18 ആണെങ്കിൽ 1, 11 ആണെങ്കിൽ 1.5, 10 ആണെങ്കിൽ 1. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഷോർട്ട് കട്ടിലൂടെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാം. ഞാനൊരു ഉദാഹരണം പറയാം. ബോണ്ട് ഓർഡർ ഓഫ് O2 കാണാൻ ചോദിക്കുകയാണ്. ബോണ്ട് ഓർഡർ ഓഫ് O2. ഓക്സിജനിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. 2 ഓക്സിജനിലൂടെ ചേർന്ന് 16 ഉണ്ട്. സോ നോക്കുക, 16 നോക്കുക. 16 എന്തായിരിക്കും ബോണ്ട് ഓർഡർ? ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. 16 ആയതുകൊണ്ട് ബോണ്ട് ഓർഡർ 2 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഇപ്പൊ ഇനി അടുത്തത് ചോദിക്കുന്നത് ബോണ്ട് ഓർഡർ ഓഫ് O2 പ്ലസ് ആണെന്ന് വെച്ചോ. ദാറ്റ് ഈസ് 2 ഓക്സിജൻ 16 പ്ലസ് ആവുമ്പോൾ ഒരെണ്ണം മൈനസ് ചെയ്യണം, 15. 15 വന്നാൽ എത്ര ആണ് നമ്മുടെ കൗണ്ട്? 2.5. ബോണ്ട് ഓർഡർ 2.5. ഇത് ഷോർട്ട് കട്ടിലൂടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇത്തരത്തിൽ പഠിച്ചാൽ മതിയാവും. ഷോർട്ട് കട്ടിൽ കണ്ടുപിടിച്ചാൽ മതിയാവും. അത്രയും സമയം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. ഇനി നമ്മളോട് ഈ N2വിന്റെ എനർജി ലെവൽ ഡയഗ്രാം ആണ് ചോദിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ കാണാതെ ഒന്ന് പഠിക്കണം. ഓക്കെ, അപ്പൊ അത് ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, അതിന്റെ മോളിക്യൂൾസ് വരുമ്പോൾ അവിടെയാണല്ലോ മോളിക്കുലാർ എനർജി ലെവൽ ഡയഗ്രാം വേണ്ടത്. അപ് ടു നൈട്രജൻ വരെ നമുക്ക് നമ്മുടെ കോൺഫിഗറേഷൻ പോകുന്നത് സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, then pi 2px equal to pi 2py, then sigma 2pz, pi star 2px equal pi star 2py, then sigma star 2pz ലെസ് ദാൻ വെച്ചിട്ട് കൊടുക്കണം. ഓക്കെ, ഇതാണ് നൈട്രജൻ മോളിക്യൂൾ വരെയുള്ള എനർജി ലെവൽ ഡയഗ്രാം ചോദിച്ചാൽ എഴുതേണ്ടത്. ഇപ്പൊ നമുക്ക് നൈട്രജൻ മോളിക്യൂളിലെ ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്യണം. 14 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. 1, 2, 3, 4, 5, 6, 7, 8. ഇവിടെ ഓരോന്നോരോന്ന് കൊടുത്തിട്ട് മിച്ചം ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക. സോ 4, 6, 8, 12, 14 ആയി അല്ലെ. 4, 6, 8, 10, 12. ഇനി ഇവിടെയും കൂടെ 2 എണ്ണം വേണം. അങ്ങനെ 2 ഇട്ട് കൊടുക്കുക. 2, 2, 2, 2 എന്നും പറഞ്ഞാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതാണ് എനർജി ലെവൽ ഡയഗ്രാം. ഇതിൽ സ്റ്റാർ വരുന്നത് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും, സ്റ്റാർ ഇല്ലാത്തത് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന മോളിക്കുലാർ ഓർബിറ്റൽസും ആണ്. പക്ഷെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ട ഇക്വേഷൻ എന്നൊക്കെ പറയുന്നത് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലുള്ള ബോണ്ട് ഓർഡർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്
ഹാഫ് ഇൻറ്റു ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ മൈനസ് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണങ്ങളാണ്. പക്ഷെ അതിനാണ് നമ്മൾ ആ ഷോർട്ട് കട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ സ്റ്റാർ ഉള്ളതെല്ലാം എന്താണ്? ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആണ്. സ്റ്റാർ ഇല്ലാത്തത് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആണ്. ഓക്കെ, അടുത്തത് ബോണ്ട് ഓർഡർ ഓഫ് O2. അത് നമ്മൾ ഷോർട്ട് കട്ടിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നൈട്രജന് ശേഷം വരുന്ന മോളിക്യൂൾസ് ഉണ്ടല്ലോ, O2, F2, Ne2. അവിടെ നമ്മുടെ മോളിക്കുലാർ എനർജി ലെവൽ ഡയഗ്രത്തിന് ഒരു ചെറിയ വ്യത്യാസം വരും. സിഗ്മ 1s ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 1s ലെസ് ദാൻ സിഗ്മ 2s ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 2s. അതിനുശേഷം പൈ അല്ല, സിഗ്മ 2pz ലെസ് ദാൻ പൈ 2px ഈക്വൽ ടു പൈ 2py ലെസ് ദാൻ പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py ലെസ് ദാൻ സിഗ്മ സ്റ്റാർ 2pz. ആ ഒരു ചെറിയ വ്യത്യാസം എവിടെ തൊട്ട് വരും എന്നറിയാമോ? നമ്മൾ നേരത്തെ നൈട്രജൻ വരെ ആദ്യമേ വരുന്നത് എന്തായിരുന്നു? പൈ ആയിരുന്നു വരുന്നത്. ആദ്യമേ വന്നത് പൈ ആയിരുന്നു വന്നത്. അതിനുശേഷമാണ് സിഗ്മ വന്നത്. നേരെ മറിച്ച് ഇവിടെ ആദ്യമേ എന്താണ്? സിഗ്മ വരുന്നുണ്ട്. അതവിടെ എസും പിയും തമ്മിൽ മിക്സിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. എനർജി ഡിഫറൻസ് വളരെ കൂടുതലാണ് എസും പി ഓർബിറ്റലിന്റെ. അപ്പോൾ അവിടെ മിക്സിംഗ് നടക്കാത്തതുകൊണ്ടാണ് സിഗ്മ 2pz വരുന്നത്. അപ്പോൾ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുമ്പം ഈ ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. 14, 13, 14 ആയിരിക്കണം നിങ്ങളുടെ ബേസ്. 14 വന്നാൽ ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട് 14 വന്നാൽ 3 കൊടുത്ത് ചെയ്യുക. ഓക്കെ,